ഹായ് ഹലോ, ഞാനുണ്ടല്ലോ പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ് ഒരു ടൗൺ. ആ ടൗണിൽ നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടം. പക്ഷെ അന്ന് എനിക്ക് അത് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കല്യാണം കഴിച്ച് വന്നത് അതേ ടൗണിലേക്കാണ്. ഇന്ന് ഞാൻ തലമലി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ്. ഈ പോണ വഴിക്ക് കാണാനതൊക്കെ ഏലാണ് കേട്ടോ. എനിക്കിതൊരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെയായിരുന്നു ഗൈസ്. ചില സ്ഥലത്ത് കുത്തനെയുള്ള കയറ്റം, അത് കഴിയുമ്പോൾ അതിനെക്കാട്ടിലും മതിയായ ഇറക്കം. ചില സ്ഥലത്തെ വഴികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡ് ട്രിപ്പ് പോണ പോലെയായിരുന്നു ഗൈസ്. പക്ഷെ ആ സ്ഥലങ്ങളുടെ ഒന്നും വീഡിയോ എടുക്കാൻ ഞാൻ മെനക്കെട്ടില്ല. കാരണം ആ സാഹസത്തിന് മുതിർന്നാൽ ഞാനും ഫോണും റോഡിൽ കിടക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, ഈ പോണ വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത്രയും മതിയായ കുന്നുപ്രദേശമായിട്ടും ഈ പോണ വഴികളിലൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. കുറേ മൺപടവുകൾ കയറി മുകളിലെത്തുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന ഒരു അമ്പലം. പക്ഷെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ഒത്തിരി പൂക്കളും പൂച്ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു വഴിയിലൊക്കെ. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്തി ഗൈസ്. ദാ ആ ദൂരെ കാണുന്നതാണ് കേട്ടോ അടിമാലി ടൗൺ. കുറേ കാലമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലത്ത് ഞാൻ ദാ എത്തി നിൽക്കുകയാണ് ഗൈസ്. ദേ നോക്ക്, ആ താഴെ കാണുന്നത് അടിമാലി ടൗണാ. പക്ഷേ ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളച്ചാട്ടമൊന്നുമില്ല കേട്ടോ. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ടൗണിൽ കൂടി വണ്ടികളൊക്കെ പോകുന്നത് കാണാം കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പല ലെയറുകളായിട്ടാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം. ഇവിടെ ഒരു പാലമുണ്ട്, അതിൽ നിന്നാൽ ഇതിൻ്റെ തുടക്കം മുതലുള്ളത് കാണാം കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ രണ്ട് വശങ്ങളിലും ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടും അത്ഭുതവും പിന്നെ പേടിയും തോന്നി. കാരണം മഴക്കാലത്ത് ഒരുപാട് വെള്ളം വരുന്ന സമയത്തൊക്കെ ഇവരെങ്ങനെ ഇവിടെ സമാധാനത്തോടെ ജീവിക്കാമെന്ന് ഓർത്തിട്ട്. പിന്നെ കുറേ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്കത് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ. ദോ അങ്ങ് ദൂരെ കാണണതില്ലേ, ദോ 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 അതാട്ടോ തലമാലേൻ്റെ തുടക്ക ഭാഗം വെള്ളച്ചാട്ടത്തിൻ്റെ. നമ്മൾ അവിടെ കേട്ടോ ആദ്യം പോയത്. അവിടെ നിന്നാട്ടോ നമ്മൾ ഇറങ്ങി ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി എത്ര മനോഹരമാണല്ലേ. ഒരു ക്യാൻവാസിലോ ഒരു ക്യാമറയിലോ പകർത്തെടുക്കാൻ പറ്റുന്നതല്ല അതിൻ്റെ ഭംഗി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ദേ നമ്മൾ വീണ്ടും അടിമാലി